നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അവകീർണോ ഹി സമരേ വീരോ ദുഷ്പ്രജ്ഞയാ തഥാ. അപ്പോൾ വേണ്ടുന്ന പ്രകാരത്തിലുള്ള ബുദ്ധിയുണ്ട് ഇല്ലാതിരുന്ന എൻ്റെ തെറ്റായിട്ടുള്ള ചിന്ത മൂലവും തെറ്റായിട്ടുള്ള പ്രവൃത്തി മൂലവുമാണ് ആ പടക്കളത്തിൽ വെച്ച് കർണൻ അങ്ങനെ മരിക്കേണ്ടതായിട്ട് വന്നത്. എന്തു ചെയ്യാം, അങ്ങനെ സംഭവിച്ചു. യുധിഷ്ഠിര, നീ എന്നും കർണനെ സ്നേഹത്തോടുകൂടി ഓർക്കണം. എൻ്റെ മനസ്സ് ഇരുമ്പ് പോലെ കഠോരമാണ് എന്ന് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ ചിന്തിച്ചു പോകുന്നു. ഇല്ലെങ്കിൽ കർണൻ്റെ ആ ദേഹവിയോഗം എനിക്കെങ്ങനെ സഹിക്കാൻ കഴിയും? ഏവം ഗതേതു കിം ശക്യം മയാ കർത്തുമരിന്തമ. സാഹചര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ആ സാഹചര്യങ്ങൾ അതിലംഘിക്കാൻ എനിക്കാവില്ല. അച്ഛൻ്റെ കുടുംബത്തിൻ്റെ പേരും പ്രശസ്തിയും അഭിമാനവും നിലനിർത്തണം. അതൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. സാഹചര്യങ്ങളെല്ലാം അങ്ങനെയാണ് എന്നുള്ളത്. അവിവാഹിതയായ തനിക്കൊരു കുഞ്ഞു പിറന്നു എന്നുള്ളത് ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചീത്തപ്പേര് ആദ്യം ചെല്ലുന്നത് കുന്തിഭോജനാണ്. കുന്തിഭോജൻ്റെ മകൾ, വളർത്തുമകൾ, തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവളാണ് എന്ന് ലോകം ആക്ഷേപിക്കും. താൻ കാരണം തൻ്റെ വളർത്തച്ഛന് അവമതി ഉണ്ടാകാൻ പാടില്ല. തൻ്റെ അച്ഛനായ ശൂരസേനനും അപമാനമുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, വിവാഹാനന്തരം ഇത് അന്ന് തന്നെ ആരെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് പാണ്ഡുവിനും അതേപോലെ തന്നെ ഹസ്തിനാപുരത്തുള്ളതായ കുരു വംശത്തിനും ചീത്തപ്പേരായിത്തീരും. അങ്ങനെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയും അഭിമാനം സംരക്ഷിക്കണം. അതുകൊണ്ട് കർണൻ്റെ രഹസ്യം എന്നും രഹസ്യമായി എൻ്റെ മനസ്സിന് ഉള്ളിൽ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. വേറെ മാർഗമൊന്നുമില്ല. അല്ലയോ ശത്രുക്കളെയെല്ലാം സംഹരിക്കുന്ന വീരനായിട്ടുള്ള മഹാരാജാവേ, എനിക്ക് വേറെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? വേറെ യാതൊന്നും തന്നെ എനിക്ക് പോംവഴിയായിട്ട് കൺമുന്നിൽ കാണപ്പെട്ടില്ല. മമ ദോഷോയം അത്യർത്ഥം ഖ്യാപിതോ എന്ന സൂര്യജ. യഥാർത്ഥത്തിൽ ഇതെൻ്റെ ദോഷം തന്നെയാണ്, എൻ്റെ വലുതായ ദോഷം തന്നെയാണ്. ഞാൻ ഈ കർണൻ സൂര്യപുത്രനാണ് എന്ന്, അതിരഥൻ്റെ പുത്രനല്ല എന്ന് ഞാൻ അന്നേ തന്നെ നിങ്ങളെ അറിയിക്കണമായിരുന്നു. ഈ സൂര്യപുത്രനായ കർണൻ്റെ മാതാവ് കുന്തിയാണ് എന്നും അന്നേ ഞാൻ നിങ്ങളെ അറിയിക്കണമായിരുന്നു. ഞാൻ അറിയിച്ചില്ല. അത് എൻ്റെ കുറ്റം തന്നെയാണ്. അത് അക്ഷന്തവ്യമായ കുറ്റമാണ്. അതുകൊണ്ടാണ് കർണൻ ആ പ്രകാരത്തിൽ ആ പടക്കളത്തിൽ വീണ് മരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി, അല്ലയോ യുധിഷ്ഠിര, എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നീ കർണൻ്റെ പേരിൽ ദാനം ചെയ്യണം എപ്പോഴും. തന്നിമിത്തം മഹാബാഹോ ദാനം ദദ്യാ ത്വം ഉത്തമം. ആ കർണൻ്റെ ആത്മാവിന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കർണൻ്റെ നാമധേയത്തിൽ, അല്ലയോ മഹാരാജാവേ, അങ്ങ് ഉത്തമമായിരിക്കുന്നതായ വസ്തുക്കളെ അങ്ങ് ദാനം ചെയ്യണം. ഉത്തമമായ സങ്കല്പത്തോടുകൂടി ദാനം ചെയ്യണം. ഉത്തമമായ സമ്പ്രദായത്തിൽ ദാനം ചെയ്യണം. അങ്ങ് മാത്രമല്ല, സദൈവ ഭ്രാതൃഭിസ്സാർത്ഥം
ഭ്രാതാക്കളോടൊപ്പം സഹോദരന്മാരോടൊപ്പം കർണന് വേണ്ടിയിട്ട് ദാനം നിരന്തരം അനുഷ്ഠിക്കണം എന്ന യുധിഷ്ഠിരനോട് വളരെ നിർബന്ധമായിട്ട് കുന്തി പറഞ്ഞു. ആദ്യം സഹദേവൻ്റെയും പിന്നെ കർണൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് കർണൻ്റെ കാര്യമാണ് വിശദമായി ചർച്ച ചെയ്തത്. പിന്നെ അടുത്ത് യുധിഷ്ഠിരനോട് കുന്തി പറയുന്നത് ദ്രൗപദിയുടെ കാര്യമാണ്. ദ്രൗപദ്യാശ്ച പ്രിയേ നിത്യം സ്ഥാതവ്യം അരികർശന. ശത്രുക്കളെയെല്ലാം പരിപൂർണമായിട്ടും തകർത്തെറിയുന്നവനെ, നീ എന്നും ദ്രൗപദിയുടെ പ്രിയം ശ്രദ്ധിക്കണം. അവൾക്ക് എന്താണോ ഇഷ്ടമായിട്ടുള്ളത് അത് യാതൊരു തടസ്സവും കൂടാതെ കണ്ട് നേടിക്കൊടുക്കണം. ഒരു കാരണവശാലും എൻ്റെ മരുമകൾ, പാണ്ഡുവിൻ്റെ മരുമകൾ ദുഃഖിക്കാനായിട്ട് ക്ലേശിക്കാനായിട്ട് ഇടവരരുത്. അത് കഴിഞ്ഞ് പിന്നെ തൻ്റെ ബാക്കി മക്കളുടെ കാര്യം പറയുകയാണ്. ഭാവിയിലുള്ള ജീവിതത്തിൽ ആ കുടുംബത്തെ, കുരുവംശത്തെ നയിക്കേണ്ടത് യുധിഷ്ഠിരനാണ്. അതുകൊണ്ടാണ് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കണമെന്ന് ഇത്ര വിശദമായിട്ട് കാട്ടിലേക്ക് പോകുന്നതായ ആ മുഹൂർത്തത്തിൽ കുന്തി പറയുന്നത്. ഭീമസേനോ അർജുനശ്ചൈവ നകുലശ്ച കുരുദ്വഹ സമാധേയ ത്വയാ രാജൻ ത്വയ്യദ്യ കുലധൂർഗത. ഈ വംശത്തിൻ്റെ ഭാരം, കുരുവംശത്തെ നിലനിർത്തുക, കുരുവംശത്തെ സംരക്ഷിക്കുക, കുരുവംശത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തി പിടിക്കുക ഇത്യാദികളെല്ലാം നിന്റെ ചുമതലയാണ്. അത് മറന്നു പോകരുത്. അങ്ങനെ വംശത്തിൻ്റെ രക്ഷകനായി ഇനി ചുമതലയേറ്റ് നിൽക്കുന്നതായ നീ ഭീമസേനന് ഹിതകരമായിട്ടുള്ള കാര്യം നീ നിരന്തരം പ്രവർത്തിക്കണം. ഭീമസേനന് ആശ്വാസം നൽകണം, ഭീമസേനന് വാത്സല്യം നൽകണം, ഭീമസേനനെ സംരക്ഷിക്കണം. അതേപോലെ തന്നെ അർജുനനെയും നകുലനെയും അവർക്ക് വേണ്ടുന്നതായ എല്ലാ സൗഖ്യങ്ങളും നേടിക്കൊടുത്ത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്ത്, അല്ലയോ മഹാരാജാവേ, അങ്ങ് ആ വീരന്മാരെ സംരക്ഷിച്ചു കൊള്ളണം. ഞാൻ ഈ അവസരത്തിൽ ഹസ്തിനാപുരത്തേക്ക് മടങ്ങി വരുന്നില്ല. ഈ വംശത്തിൻ്റെ ഭാരം മുഴുവൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് മുഴുവൻ വഹിക്കുവാനും അത് യഥായോഗ്യം നിലനിർത്തുവാനുമുള്ളതായ ശേഷി അല്ലയോ മഹാരാജാവേ അങ്ങയ്ക്കുണ്ട്. എനിക്ക് വലിയൊരു ചുമതല ഇനിയും എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. ആ ചുമതലയെ ഞാൻ ഭംഗിയായി നിറവേറ്റിയേ പറ്റൂ. എൻ്റെ അമ്മായിയച്ഛൻ ഇതാ മുന്നിൽ നിൽക്കുന്നു, എൻ്റെ അമ്മായിയമ്മ ഇതാ മുന്നിൽ നിൽക്കുന്നു. ശുശ്രുവും ശുശ്രുരനും. ധൃതരാഷ്ട്രനെയും ഗാന്ധാരിയെയും കുറിച്ച് കുന്തി പറയുന്ന വാക്യം ഇതാണ്: എൻ്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഇതാ മുന്നിൽ നിൽക്കുന്നു. അവർ കാനനത്തിലേക്ക് പോവാൻ. ഭാരതീയ പാരമ്പര്യത്തിലെ കുടുംബ സങ്കല്പം നമുക്കിവിടെ വ്യക്തമായി കാണാം. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പിതാവാണ്. ജ്യേഷ്ഠൻ എപ്പോഴും പിതാവിൻ്റെ സ്ഥാനമാണ്. അതേപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ പത്നിക്ക്, ജ്യേഷ്ഠത്തിക്ക് എപ്പോഴും മാതാവിൻ്റെ സ്ഥാനമാണ്. അനുജന് മകൻ്റെ സ്ഥാനമാണ്. അനുജൻ്റെ പത്നിക്ക് മകളുടെ സ്ഥാനമാണ്. ഇതാണ് ഭാരതീയ പാരമ്പര്യം. അതാണ് ഇവിടെ കുന്തിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. ശുശ്രൂർ ശുശ്രയോപാദാൻ ശുശ്രൂഷന്തി വനേത്വഹം ഗാന്ധാരി സഹിതാവത്സ്യേ താപസി മലപങ്കിനി. ഞാൻ എൻ്റെ ശുശ്രൂവിനോടൊപ്പം, ശുശ്രനോടൊപ്പം, അമ്മായിയച്ഛനോടും അമ്മായിയമ്മയോടുമൊപ്പം, ധൃതരാഷ്ട്രനോടും ഗാന്ധാരിയോടുമൊപ്പം എന്നർത്ഥം. ഞാൻ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർ പാർക്കുന്നതായ വനത്തിൽ വസിക്കും. എങ്ങനെ ജീവിതത്തെ മുഴുവൻ കഠിനമായ തപസ്സിൽ ലയിപ്പിച്ച് ഞാൻ വസിക്കും. ആ അവസരത്തിൽ ഈ ശാരീരികമായ സുഖങ്ങളെക്കുറിച്ച് വെയിലും മഴയും മഞ്ഞും ഒന്നും കൊള്ളാതെ
വളരെ സുഖകരമായൊരു അന്തരീക്ഷത്തിൽ, ഒരു കെട്ടിടത്തിനുള്ളിൽ നല്ലവണ്ണം രുചികരമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് സമാധാനമായി, ശാന്തമായി, സന്തോഷമായി കഴിയണം എന്നുള്ളതായ ചിന്തകളൊന്നും എനിക്കുണ്ടാവില്ല. അവരെ ശുശ്രൂഷിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ സുഖങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. ശരീരത്തിൽ അഴുക്ക് പുരണ്ടെന്ന് വരാം, അതേപോലെ തന്നെ ശരീരത്തിന് ക്ലേശം വളരെയേറെ ഉണ്ടായി എന്ന് വരാം. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ആ പ്രകാരത്തിൽ ശരീരത്തെ നല്ലവണ്ണം ഉണക്കിക്കൊണ്ട് തന്നെ, ക്ലേശങ്ങളാൽ അങ്ങേയറ്റം ദുർബലമാക്കിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്നവളായിട്ട്, ശുശ്രൂഷിക്കുന്നവളായിട്ട് കാനനത്തിൽ അവരോടൊപ്പം വസിക്കും, ഗാന്ധാരിയോടൊപ്പം വസിക്കും. തൻ്റെ ദൃഢമായ നിശ്ചയം കുന്തി അറിയിച്ചു. ഇവിടെയാണ് കുന്തിയുടെ ഹൃദയത്തിൻ്റെ സവിശേഷത നാം അറിയുന്നത്. ആ ദൈവീ സമ്പത്തിൻ്റെ മഹത്വം. ഒന്നിലും കൊതിയില്ലായ്മ. രാജമാതാവായിട്ട് ഹസ്തിനാപുരത്തിൽ സകല സുഖങ്ങളുടെയും നടുവിൽ കഴിയേണ്ടതായ അവസരം വന്നു ചേർന്നിരിക്കുന്നു. ആ സുഖങ്ങൾ ആസ്വദിക്കുന്നതിന് പകരം അതെല്ലാം മൺകട്ട പോലെ വലിച്ചെറിഞ്ഞിട്ട് കാട്ടിനുള്ളിലെ ആ താപസ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ സ്വയം സ്വീകരിക്കുകയാണ് കുന്തി. ഏതെല്ലാം ദുഃഖങ്ങളാണ് കുന്തിയുടെ ജീവിതത്തിലൂടെ ബാല്യം തൊട്ടേ കടന്നു വന്നത്. ബാല്യത്തിൽ ലഭിച്ചതായൊരു മന്ത്രം, ആ മന്ത്രത്തിൻ്റെ ശക്തി പരീക്ഷിച്ച് നോക്കാൻ ഒരവസരത്തിൽ ഉണ്ടായ കൗതുകം, അത് കുന്തിക്ക് കർണൻ എന്നൊരു സന്താനത്തെ നൽകി. ആ മന്ത്രത്താൽ സൂര്യനെ ആവാഹിച്ചു. അതിൻ്റെ ഫലമായിട്ടായിരുന്നു ആ പുത്രൻ്റെ ഉൽപ്പത്തി. പക്ഷേ ആ പുത്രനെ തനിക്ക് വളർത്താനാവില്ല. ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ പിതാവിന് ഏറ്റവും വലിയ അപമാനമായിത്തീരും. അതുകൊണ്ട് ആ കുഞ്ഞ് തൻ്റെ തന്നെ ഹൃദയത്തിൻ്റെ ഭാഗമാണെങ്കിലും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ളതായ വാത്സല്യം ഈ ലോകത്തെ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല. ആ കുഞ്ഞിനെ അതീവ രഹസ്യമായിട്ട് അശ്വനദിയിൽ ഒഴുക്കിവിടേണ്ടി വന്നു. പിന്നീട് ആ കുഞ്ഞിനെ കാണുന്നത് ഹസ്തിനാപുരത്ത് വെച്ച് വർഷങ്ങൾക്ക് ശേഷം. അത്രയും നാളും ആ ദുഃഖം, തൻ്റെ ആ കുഞ്ഞിനെ അശ്വനദിയിൽ ഒഴുക്കിവിടേണ്ടി വന്നതായ ദുഃഖം ആരെയും അറിയിക്കാതെ ഉമിത്തിയിലെന്ന പോലെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയായിരുന്നു കുന്തി. ജീവിതം മുഴുവൻ ദുഃഖങ്ങളുടെ ഒരു പരമ്പരയാണ്. ഒരു ചെറിയ കൗതുകം, ബാല്യകൗതുകം, മനഃപൂർവ്വമുള്ളൊരു തെറ്റായിരുന്നില്ല. ആ ബാല്യകൗതുകം വരുത്തി വെച്ച വിന അത് ജീവിതത്തിൻ്റെ അവസാനം വരെ കുന്തിയെ പിന്തുടരുന്നു. എന്തുകൊണ്ട്? കുന്തിക്ക് നല്ല ഒരു മനസ്സുള്ളത് കൊണ്ട്. അങ്ങനെ ഒരു മനസ്സ്, സാത്വികമായ മനസ്സ് കുന്തിക്കില്ലായിരുന്നു എങ്കിൽ ഇതൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ആവില്ലായിരുന്നു, യാതൊരു പ്രശ്നവും ആവില്ലായിരുന്നു. ഒരു കുഞ്ഞല്ല, എത്ര കുഞ്ഞുങ്ങളായാലും വലിച്ചു കളയാൻ യാതൊരു വിഷമവും ഇല്ലാത്തതായ പല ആളുകളുടെയും ദുഷ്പ്രവർത്തികൾ നമ്മൾ ദിവസവും പത്രപംക്തികളിൽ കാണുന്നുണ്ട്. പക്ഷേ സാത്വിക പ്രകൃതിയായ ആ അമ്മ, സാധാരണ ഭാരതത്തിലെ അമ്മമാരെല്ലാം അധികം പേരും 99% അങ്ങനെയാണ്, സാത്വിക പ്രകൃതികളാണ്. അതുകൊണ്ട് ആ അമ്മമാർക്ക് കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കാനാവില്ല. പക്ഷെ അത് വേണ്ടി വന്നു കുന്തിക്ക്, നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എങ്കിലും ആ സ്മരണ ഹൃദയത്തിൽ ദഹിപ്പിച്ചുകൊണ്ടിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വലുതായി, അവർ അസ്ത്രവിദ്യയിൽ നിപുണരായി. അവരുടെ അഭ്യാസക്കാഴ്ച ഹസ്തിനാപുരത്ത് പ്രത്യേകമായിട്ട് രാജകീയമായ സംവിധാനത്തിൽ നടത്തപ്പെട്ടു. അപ്പോഴാണ് അർജുനൻ്റെ മികവുകൾ കണ്ട് ലോകം അമ്പരക്കുന്നത്. അതൊന്ന് കഴിഞ്ഞതേയുള്ളൂ, ആരവം തീർന്നിട്ടില്ല. ജനങ്ങൾ ഉത്സാഹത്താൽ കോലാഹലം കൂട്ടുകയാണ്.
ആ ആരവം അടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് സൂര്യതുല്യപ്രഭയോടുകൂടി വേറൊരു ബാലകൻ കയറി വരുന്നു, വേറൊരു യുവാവ് കയറി വരുന്നു. സഹജമായ കവചവും കുണ്ടലവുമായിട്ട് കടന്നു വന്ന ആ യുവാവിനെ കണ്ടപ്പോൾ കുന്തിക്ക് മനസ്സിലായി ആളാരെന്ന്. കുന്തി അവിടെ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. ആ യുവാവ് അർജുനനെ വെല്ലുവിളിച്ചു. തൻ്റെ മൂത്ത മകനും ഇളയ മകനും പരസ്പരം കൊല്ലാൻ തയ്യാറായിട്ട്, യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് അവിടെ ആ സദസ്സിൻ്റെ മുമ്പിൽ ആ അഭ്യാസ കാഴ്ചയുടെ രംഗത്ത് നിൽക്കുന്നു. യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് രണ്ടുപേരും. പിന്നെ ഗുരുനാഥൻ തന്ത്രപരമായിട്ട് അവരെ പിരിച്ചയച്ചു. അത് വേറൊരു കാര്യം. അങ്ങനെ നേരത്തെ മനസ്സിലുണ്ടായതായ മുറിവ് ഇത് ആളിക്കത്താൻ തുടങ്ങി. തുടർന്ന് തൻ്റെ ആ പുത്രൻ ദുര്യോധനൻ്റെ പാണ്ഡവ ശത്രുവായിട്ട് നടക്കുന്ന, സ്വയം ചമഞ്ഞു നടക്കുന്ന ദുര്യോധനൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായി, ദുര്യോധനൻ പാണ്ഡവർക്കെതിരെ ചെയ്തിട്ടുള്ള എല്ലാ ഗൂഢപദ്ധതികളുടെയും സംവിധായകനായി, പ്രവർത്തകനായി, അങ്ങനെ ദുഷ്കർമ്മങ്ങളുടെ പരമ്പര ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നവനായി, അവസാനം അത് കുരുക്ഷേത്രത്തിൽ എത്തിച്ചേരും വിധം ഭീഷണമായി, ഭീകരമായി ഒക്കെ മാറുന്നത് കണ്ട് കുന്തിക്ക് വേദനിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അരുതെന്ന് പറയാൻ എപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷെ എന്തു ചെയ്യാം, പറയാനാവില്ല. അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പാണ്ഡവർ ആ നിമിഷം തന്നെ ആ കുരു വംശത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ദുര്യോധനൻ ഇനി വേറൊരു ആയുധം വേണ്ട പാണ്ഡവന്മാരുടെ ആ വംശത്തിലുള്ള, ആ രാജ്യത്തിലുള്ള, ആ സിംഹാസനത്തിലുള്ള അവകാശത്തെ നിഷേധിക്കാൻ. അങ്ങനെ പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡുവിൻ്റെ കാലത്തിന് ശേഷം തൻ്റെ തെറ്റുകൊണ്ട് ആ വംശത്തിൽ നിന്ന് അവമതിക്കപ്പെട്ട് പുറത്താക്കപ്പെടും. അതുകൊണ്ട് കുന്തിക്ക് മിണ്ടാനാവില്ല. ആ ദുഃഖമെല്ലാം കുന്തി സ്വയം സഹിച്ചു. അവസാനം അത് കർണൻ്റെ നിണമണിയലിൽ കലാശിച്ചു. ആ മകൻ മരിച്ചുപോയതിൽ അനുനിമിഷം നേറുന്ന കുന്തിയുടെ വാക്കുകൾ നാം ഇവിടെ കേട്ടു. ഈ അവസരത്തിൽ ഇത്രയേറെ ജീവിതകാലം മുഴുവൻ വേദനിച്ച കുന്തിക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസമായി, സുഖമായി ഈ വാർദ്ധകത്തിൽ തൻ്റെ മക്കൾ അവരുടെ സ്വന്തം കരുത്തുകൊണ്ട് നേടിയെടുത്തതായ സിംഹാസനവും കിരീടവും സ്ഥാനമാനങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഹസ്തിനാപുരത്ത് ഇരിക്കുക എന്നുള്ളതായ ആ സൗഭാഗ്യം, രാജമാതാവായി വിളങ്ങുക എന്നുള്ള സൗഭാഗ്യം, അത് കൈവന്നതായ ആ നിമിഷം അതിലൊന്നിലും കൊതിയില്ലാതെ, അതിലൊന്നിലും മനസ്സ് നിൽക്കാതെ വീണ്ടും തൻ്റെ കർത്തവ്യം, ഭർത്താവിനോടുള്ളതായ തൻ്റെ കർത്തവ്യം, ഭർത്താവിന് വേണ്ടിയിട്ട് മക്കളെ ഇത്രയും കാലം വളർത്തി സംരക്ഷിച്ച് അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. ഇനിയുമുണ്ട് ഭർത്താവിനോട് തനിക്ക് കടപ്പാട്, മരിച്ചുപോയ ഭർത്താവിനോട്. എന്താ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും, അവരിതാ കാനനത്തിൽ തപസ്സിന് പോകുന്നു, അവരെ ശുശ്രൂഷിക്കുക, അത് തൻ്റെ കർത്തവ്യമാണ്. അങ്ങനെ ചിന്തിക്കാൻ ദൈവീ സമ്പത്തുള്ള ആളുകൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. ഇന്നാണെങ്കിലോ സ്വന്തം അച്ഛനെയും അമ്മയെയുമെല്ലാം എവിടെങ്കിലും കൊണ്ടുപോയി തള്ളിയിട്ട് കുറേ ആളുകൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും, കുറേ ആളുകൾ ഏതെങ്കിലും അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ടുപോയി ആക്കും, കുറേ ആളുകൾ കാട്ടിൽ കൊണ്ടുവിട്ടതായിട്ടും പത്രവാർത്തകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛനമ്മമാരോട് പെരുമാറുന്ന ഒരു തലമുറ എല്ലാവരുമല്ല, വിരലിലെണ്ണാവുന്ന ആളുകളാണെങ്കിലും കാണപ്പെടുന്നു ഈ യുഗത്തിൽ. നോക്കണം കുന്തി എവിടെ നിൽക്കുന്നു എന്ന്. ദൈവീ സമ്പത്തിൻ്റെ ഉദാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അച്ഛനമ്മമാരെ മാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തിത്വങ്ങളെപ്പോലും പൂർണ്ണമായും സംരക്ഷിക്കുക എന്നുള്ള ചുമതല ഏറ്റെടുക്കും. അവർക്ക് വേണ്ടിയിട്ട് തൻ്റേതായിട്ടുള്ള സകല സൗഖ്യങ്ങളും
കാറ്റിൽ പറത്തും. അതാണ് നാം ഇവിടെ ചെയ്യുന്നത്. കുന്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ അലോലുപ്തം എന്നുള്ളതായ ആ ദൈവീ സമ്പത്ത് നാം ഇവിടെ നേരിട്ട് വളരെ സ്പഷ്ടമായിട്ട് കാണുന്നു.